മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന രംഗത്ത് സജീവമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. 7, 8, 9 ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അതുവരെ കിട്ടാതിരുന്ന ചില പണം, അതുവരെ കിട്ടാനുണ്ടായിരുന്ന കുറേ പണം, അല്ലെങ്കിൽ നാം പണ്ട് പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് കിട്ടില്ല എന്ന് ഉപേക്ഷിച്ച് കളഞ്ഞിരുന്ന പണമൊക്കെ ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. തങ്ങളുടെ പക്കൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോയവർ ഓർക്കാപ്പുറത്ത് അത് തിരിച്ചു തരുന്നതായിട്ട് കാണുന്നു. പൊതുവേ സാമ്പത്തികമായ നേട്ടമാണ് ഈ ആഴ്ചയിൽ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നാൽ ഇതേ പണം തന്നെ ചില അനാമത്ത് ചിലവുകളിലേക്ക് വഴിവെക്കുമെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ ഉടനെ ലാഭം കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പണങ്ങൾ ചിലവഴിക്കേണ്ടി വന്നേക്കാം. തീർത്ഥാടന യാത്രയോ, മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായോ, ആരോഗ്യ സംബന്ധമായോ കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ ഒക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളോ, വാഹനവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾക്കോ, പുതിയ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഈ പണം ചിലവഴിച്ചേക്കാം. അതുകൊണ്ട് ഇത് പാഴ്ചിലവെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ഉടനെ ലാഭം കിട്ടാത്ത ഒരു ചിലവ് തന്നെയാണത്. അത്തരം കാര്യങ്ങൾക്ക് മാറ്റിവയ്ക്കാം. വരുന്നു, പോകുന്നു, ഗുണം കിട്ടുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തിക മേഖലയുടെ കാര്യത്തിൽ. ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഇവർ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വാതക്കൂറുള്ള ശരീരക്കാർക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. കാലിലേക്കുള്ള രക്തചംക്രമണം കുറയാം. കാലുമായി ബന്ധപ്പെട്ട് വ്രണമോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നു. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 8, 9, 12, 13 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്.